أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. എവിടുന്നാണ് വഖൈദുൽ ഇഫ്രാദി അവിടുന്നാണ് അല്ലേ? നമ്മൾ പറയണത് കലിമത്തിൻ്റെ താരീഫിലെ അതിൽ കലിമത്ത് എന്താണ്? ലഫ്ദുൻ വുളിഅലി മാനൻ മുഫ്രദിൻ. അവിടെ മുഫ്രദിൻ എന്നും മുഫ്രദുൻ എന്നും മുഫ്രദൻ എന്നും വായിക്കാൻ സാധിക്കും. അങ്ങനെ 3 വജ്ഹ് മുഫ്രദിൻ്റെ അവിടെ പറഞ്ഞു. ഇനി ഖൈദുകൾ ഇഹ്തിറാസാത്ത് വിശദീകരിക്കണം. പ്രധാനപ്പെട്ട ഭാഗം വഖൈദുൽ ഇഫ്രാദി. ഇവിടെ മുഫ്രദ് എന്ന ഖൈദ് പറഞ്ഞത്, ആ ഇഫ്രാദ് എന്ന ഖൈദാകുന്നത് എന്തിനാണ്? ലി ഇഖ്റാജിൽ മുറക്കബാത്തി മുത്ലഖൻ സവാഉൻ കാനത്ത് കലാമിയത്തൻ ഔ ഗൈറ കലാമിയത്തിൻ. മുഫ്രദ് എന്ന ഖൈദ് പറഞ്ഞ എന്തിനാ? മുറക്കബുകളെ പുറത്താക്കാൻ. മുത്തലക്കൻ കലാമിയാവട്ടെ കലാമി അല്ലാത്തതാവട്ടെ, മുറക്കബ് രണ്ടായിട്ടുണ്ടല്ലോ. താമു അത് കലാമിയായ മുറക്കബുണ്ട്, കലാമി അല്ലാത്തതുണ്ട്, താമു നാഖിസുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കലാമിയാവട്ടെ കലാമി അല്ലാത്തതാവട്ടെ മുത്തലക്കൻ മുറക്കബാത്തുകൾ ഇഖ്റാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇഫ്രാദി എന്ന ഖൈദ് പറഞ്ഞത്. അപ്പോ ഫയഖ്റുജു ബിഹി അൻ ഹദ്ദിൽ കലിമത്തി, ഈ ഇഫ്രാദ് എന്ന ഖൈദ് കൊണ്ട് പുറത്തു പോകും. കലിമത്തിന്റെ താരീഫിനെ തൊട്ട് പുറത്തു പോകും. കലിമത്തിന്റെ താരീഫിൽ നിന്ന് പുറത്തു പോകും. മിസ്ലു അർറജുലി, അർറജുല് പോലത്തത് പുറത്തു പോകും. ഖായിമത്തിൻ, ഖായിമത്ത് പോലത്ത്, ബസരിയിൻ, ബസരി എന്നതുപോലത്ത്, അംസാലിയ, ഈ ഇവകളുടെ അംസാലികളും പോലെയുള്ളത് പുറത്തു പോകുന്ന. അവിടെ ഈ അംസാലിയന്റെ അവിടെ ഒരു പ്രശ്നം, അംസാലി എന്ന് വായിച്ചാൽ അർറജുലുമ കൈക്കരാത്തുഫ്. അപ്പോ ഈ പറയപ്പെട്ടവൾ പോലെയുള്ളത് പുറത്തുപോയി എന്നാകും. പിന്നെ ഇനി അംസാലുഹാന്ന് മിസ്ലുമ കത്തുഫാക്കി വായിച്ചാൽ അതന്നെ ഇക്കരാശയം. അർറജുല്, ഖായിമത്ത്, ബസരി എന്നത് പോലെയുള്ളത് പുറത്തു പോകും. അംസാലുഹ അവകൾ പോലെയുള്ളത് പുറത്തു പോകും. ഏതാനും ബാക്കി വെച്ച് നോക്കുക. ആ പോലെയുള്ളത് എന്തിനാൽ? മിമ്മ യദുല്ലു ജുസ്ഉൽ ലഫ്ളി മിൻഹു അലാ ജുസ്ഇൽ മഅനാ. മിമ്മ യദുല്ലു ജുസ്ഉൽ ലഫ്ളി മിൻഹു, അർത്ഥത്തിലും ഒന്ന് ശ്രദ്ധിച്ചോണ്ടിട്ടോ. അതിൽ നിന്നുള്ള ലഫ്ളിന്റെ ജുസ് അറിയിക്കുന്നു. അലാ ജുസ്ഇൽ മാന, മാനാന്റെ ജുസ്ഇന്റെ മേൽ അറിയിക്കുന്നു. അഥവാ ആദ്യം വിഷയം പറഞ്ഞുതരാം. അർറജുൽ അല്ലെന്നത്, അതുപോലെ ഖായിമത്ത് എന്നതിലെ താ, ബസരി എന്നതിലെ യാ, അതുപോലെ അംസാലിഹയിൽ കൊണ്ട് ഉദ്ദേശിച്ചത് മുസ്ലിമാനി, മുസ്ലിമൂന, അതൊക്കെ ഉദ്ദേശിച്ചത് സുസ്നിയാന്റെ അലിഫും വാവൊക്കെ. അവകളൊക്കെ അതുപോലെ മുദാരിയായ ഫീലുകൾ, അതിന് മുദാറത്തിന്റെ അക്ഷരം, അവകളിലൊക്കെ ലഫ്ലിന് ജുസ് മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. അപ്പൊ താരീഫിൽ നിന്ന് മുഫ്രദിന്റെ കലിമത്തിന്റെ താരീഫിൽ നിന്ന് അവക്ക് പുറത്തു പോകും. മനസ്സിലായല്ലോ? അപ്പൊ എന്താ സംഗതി? ഈ അക്ഷരങ്ങളൊക്കെ അല്ല്, താ, യാ ഒക്കെ ഹുറൂഫുൽ മആനി ആണെന്ന് ഇത്തിഫാക്കാണ് എന്ന് ഇഖ്തുൻ നാമിയിലുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ ഹുറൂഫുൽ മആനി ആകുമ്പോൾ മാന ഉണ്ടാകും. അപ്പൊ ലഫ്ലിന്റെ ജുസ് അർറജുൽ എന്ന് പറയുമ്പോൾ അല്ലൊരു മാനാന്റെ മേൽ അറിയിക്കുന്നു, റജുൽ എന്ന് മാനാന്റെ മേൽ അറിയിക്കുന്നു എന്ന് വരും. അങ്ങനെ ഓരോന്നും അങ്ങനെ വരുമ്പോ അത് കലിമത്തിന്റെ താരീഫിൽ നിന്ന് പുറത്തു പോകും. മനസ്സിലായല്ലോ? പുറത്തു പോകും തന്നെ പറയണത്. ഇതൊന്നും കലിമത്തല്ല, കലിമത്തിന്റെ താരീഫിൽ വരൂല. എന്നിട്ട് എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ, പിന്നെ എങ്ങനെ 2 കലിമത്തായിട്ട് പോയിട്ട് ഒരു ഇറാബ് എങ്ങനെ കിട്ടി? ഇവകൾക്കൊക്കെ ഒറ്റ ഇറാബാണല്ലോ. അത് ഷിദ്ദത്തുൽ ഇംതിസാജ് കൊണ്ട് ഒറ്റ ഇറാബ് കൊടുത്തതാണ്. ഏതാണ് വിശദീകരിക്കാം. അതിനു മുമ്പ് ഇവിടെ ലഫ്ലില് ഒരു കുഴപ്പമുണ്ട്. ആ പോലെയുള്ളത് എന്തിനാൽ? മിമ്മ ഒരു ലഫ്ലിനാൽ, എങ്ങനത്തെ ഒന്നാണ്? അല്ലെങ്കിൽ ഒരു കലിമത്തിന ഒരു ലഫ്ലിനാൽ എങ്ങനത്തെ ഒന്നാണ്? യദുല്ലു ജുസ്ഉൽ ലഫ്ലി മിൻഹു, ആ ലഫ്ലിൽ നിന്നുള്ള ലഫ്ലിന്റെ ജുസ് അറിയിക്കും എന്നാകും. അപ്പൊ ആ ലഫ്ലിന്റെ കൂട്ടത്തിൽ നിന്ന് ലഫ്ലിന്റെ ജുസ് എന്ന് പറഞ്ഞാൽ അത് അടുത്ത റിസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ അവിടെ ഒരു ഇബാറത്തിലൊരു റക്കാക്കത്തുണ്ട്. അതിൽ നിന്നുള്ള ലഫ്ലിന്റെ ജുസ് അറിയിക്കുന്നു അലാ ജുസ്ഇൽ മാന, ആ ലഫ്ലിന്റെ മാനാന്റെ ജുസ്ഇന്റെ മേൽ അറിയിക്കുന്നു. അങ്ങനെയുള്ളവയാൽ, മനസ്സിലായല്ലോ, അതൊക്കെ താരീഫിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞാൽ അതൊന്നും എന്തല്ല, ഈ പറയപ്പെട്ടതൊന്നും കലിമത്താവൂല.
പിന്നെ ലാക്കിന്നഹു എന്നാൽ യുഅദ്ദു അതിനെ എണ്ണപ്പെടുന്നു ലി ശിദ്ദത്തിൽ ഇംതിസാജി ശിദ്ദത്തുൽ ഇംതിസാജ് ഇർത്തിബാത്തിന്റെ കാരണത്താൽ ഇംതിസാജ് കൂടിക്കലരാന്നാണല്ലോ. അപ്പൊ അതിന്റെ ശക്തമായ ഇംതിസാജ് കാരണത്താൽ അതിനെ എണ്ണപ്പെടുന്നു വാഹിദത്തൻ ഒറ്റ കെലിമത്തായിട്ട് എണ്ണപ്പെടുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അത് കെലിമത്തല്ല, കെലിമത്താനിയാണ്. പക്ഷേ എന്താണ് ശിദ്ദത്തുൽ ഇംതിസാജിന്റെ കാരണത്താൽ ഒരു കെലിമത്തായിട്ട് കണക്കാക്കാണ്. എന്നിട്ടോ വാഹിദിൻ ഒറ്റ ഏറാബ് കൊണ്ട് അതിനേക്ക് ഏറാബ് ചെയ്യപ്പെടുകയും ചെയ്തു. മനസ്സിലായല്ലോ? ശിദ്ദത്തുൽ ഇംതിസാജിന്റെ കാരണത്താൽ ഒറ്റ ഏറാബ് കൊണ്ട് ഏറാബ് കൊടുക്കപ്പെട്ടു. അവിടെ ബി ഇസ്ലാം ബി ഏറാബി വാഹിദിൻ എന്ന് വായിക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റേതും വായിക്കാനൊക്കെ പറ്റും. അത് മറ്റൊരു ഹാഷിയയിലൊക്കെ ഏതാണ് അബ്ദുൽ ഗഫൂർ അവിടെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഏതായാലും ഒരു ഏറാബ് കൊണ്ട് ഏറാബ് കൊടുക്കപ്പെട്ടു. അവിടെ നോക്കി അർറജുല് സംഗതി എന്താന്ന് വെച്ചാൽ ശിദ്ദത്തുൽ ഇംതിസാ അല്ലെന്നത് എന്താണ് ഒക്കെ ഹർഫാണ്. അവകൾ ഏറാബിനെ സ്വീകരിക്കൂല. കായ്മത്തുന്നതല്ല ഇത്ത താഴ് ബസരി എന്നതിലെ യാ അവകളൊക്കെ എന്താണ് ഹർഫുകളാണ്. അതൊന്ന് സ്വന്തമായിട്ട് ഹുറൂഫുൽ മആനി ആണെങ്കിലും ഒരു മാനാന്റെ മേൽ അറിയിക്കുകയാണെങ്കിലും അവകൾ ഏറാബിനെ സ്വീകരിക്കൂലല്ലോ. അപ്പൊ പിന്നെ മജ്മൂ ശിദ്ദത്തുൽ ഇംതിസാജ് കാരണത്താൽ മജ്മൂവിന് കൊടുത്തു. മനസ്സിലായല്ലോ? ഇവിടെ ഒരുപാട് ചർച്ചകൾ ഉണ്ട് കേട്ടോ. ചർച്ച പറഞ്ഞോളൂ, നീണ്ടു പോകും. ഇനി അടുത്തൊരു പ്രശ്നം, ഇവകളൊക്കെ പുറത്തുപോയി, ഇവകളൊന്നും കലിമത്തല്ല, അതുകൊണ്ട് പുറത്തുപോയി ശിദ്ദത്തുൽ ഇംതിസാജിന്റെ കാരണത്താൽ ഒരു ഇറാബ് കൊടുത്തതാണ്. ഇനി വബഖിയ മിസ്ലു അബ്ദില്ലാഹി അലമൻ, അബ്ദുല്ല പോലെയുള്ളത് അവശേഷിക്കും. അത് തന്നെ ഏത് അബ്ദുല്ല തന്നെ അലമൻ അലമായ സ്ഥിതിയിൽ. അപ്പൊ അലമായ സ്ഥിതിയിലുള്ള അബ്ദുല്ല ഉണ്ടല്ലോ, അത് അവശേഷിക്കും. ദാഖിലൻ ഫിഹി താരീഫിൽ പ്രവേശിച്ചതായിട്ട്, ഹദ്ദുൽ കലിമത്തിൽ പ്രവേശിച്ചതായിട്ട് ദാഖിലായ നിലക്ക് അവശേഷിക്കും. എന്തോടുകൂടെ മഅന്നഹു മുഅറബുൻ, അവിടെ ലഫ്ലത്ത് എന്നുണ്ട്, അത് നമ്മളെ നുസ്ഖയിലുള്ളൂ, വേറെ നുസ്ഖയിലൊന്നും കാണില്ല. മഅന്നഹും ബി ഇറാബൈനി മതി. ശരിയല്ലേ? നിങ്ങളിതില് ആവുള്ളൂ അല്ലേ? ഇന്ത്യയിൽ ലഫ്ലത്ത് എന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി, അലമായ അബ്ദുല്ല എന്നത് താരീഫിൽ പ്രവേശിക്കും. എന്തേ കാരണം? അലമായ അബ്ദുല്ല ലഫ്ലിന്റെ ജുസ് മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് താരീഫിൽ ഉൾപ്പെടും അത്. പക്ഷെ എന്തോടുകൂടെ മഅന്നഹു മുഅറബുൻ ബി ഇറാബൈനി, അതാണെങ്കിലോ രണ്ട് ഇറാബ് കൊണ്ട് ഇറാബ് ചെയ്യപ്പെടുന്നുണ്ട്. അബ്ദുല്ല എന്നുള്ളതിന് രണ്ട് ജുസിനിക്കും അതിന്റെ ഹുസൂസി ഇറാബ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അർറജുൽ പോലെയുള്ളത് താരീഫിൽ നിന്ന് പുറത്തു പോകും. അബ്ദുല്ല പോലെ അലമായ അബ്ദുല്ല എന്നതൊക്കെ പോലെയുള്ളത് താരീഫിൽ ഉൾപ്പെടുകയും ചെയ്യും. ഓക്കെ. പക്ഷേ ഷാരി വിഷയാക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ ശേഷം വിശദീകരിക്കണം. എന്താണ്? വലാ യഖ്ഫ അലൽ ഫത്നിൽ ആരിഫി ബിൽ ഗറദ് മിൻ ഇൽമിൻ നഹ്വി, ഒരു ദക്കി ബുദ്ധിമാന്റെ മേൽ അവ്യക്തമാവൂല. എങ്ങനത്തെ ബുദ്ധിമാൻ? ഇൽമുൻ നഹ്വിനുള്ള ഗറദിനെ മനസ്സിലാക്കിയ, ഇൽമുൻ നഹ്വ് കൊണ്ടുള്ള ഉദ്ദേശം എന്ത് അത് മനസ്സിലാക്കിയ ഒരു ദക്കിന്റെ മേൽ അവ്യക്തമാവൂല. എന്ത്? അന്നഹു ലൗ കാനൽ അംറു ബിൽ അക്സി ലകാന അൻസബ. ഇതിനെ ഇപ്പോ പറഞ്ഞത് അൽ ഖായിമത്ത് അർറജുൽ പോലെയുള്ളത് ഖാരിജും അബ്ദുല്ല അലമായ അബ്ദുല്ല ദാഖിലുമാണെന്നാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതായിരുന്നു ഏറ്റവും യോജിപ്പ്. അഥവാ ഇൽമു നഹ്വിന്റെ ഗറളുമായിട്ട് ഏറ്റവും യോജിപ്പ് അതായിരുന്നു എന്ന്. ഇൽമു നഹ്വിന്റെ ഗറൾ എന്താ? വഹുവ മഅരിഫത്തു അഹ്വാലിൽ ലഫ്ളി വതസ്ഹീഹു ഇഅറാബിഹി ഫൽമുനാസിബു അന്ന കുല്ലമാ ഉഅരിബ ബിഇഅറാബി വാഹിദിൻ യകൂനു കലിമതൻ. അഥവാ ഒരു കലിമത്തിന്റെ അഹ്വാലുകൾ ഇഅറാബ് ബിനാ വിശദീകരിക്കലാണ്, മനസ്സിലാക്കലാണ് ഇൽമു നഹ്വിന്റെ ലക്ഷ്യം. അപ്പൊ ഒരു കലിമത്ത് ഒരു ഇറാബ് കൊണ്ട് ഇറാബ് ചെയ്യപ്പെടുന്ന സാധനത്തിനെ കലിമത്തായിട്ടും രണ്ട് ഇറാബ് കൊണ്ട് ചെയ്യപ്പെടുന്നതൊക്കെ രണ്ടിലധികം കലിമത്തായിട്ട് ഒന്നിലധികം കലിമത്തായിട്ടും കാണണ്ടേ? മനസ്സിലായല്ലോ? അപ്പൊ ഇൽമു നഹ്വ് കൊണ്ടുള്ള ഉദ്ദേശം ലഫ്ലിന്റെ ഇറാബിന്റെ അഹ്വാല് ഇറാബ് ബിനാന്റെ ഹൈസിയത്തിലൂടെ മനസ്സിലാക്കലാണ്. ഓരോ ലഫ്ലിന്റെ ഇറാബ് എന്തെന്ന് മനസ്സിലാക്കലാണ്. അപ്പൊ ഒരു ഇറാബ്, ഒരു വസ്തുവിനക്ക് ഒരു ഇറാബ് ഉണ്ടെങ്കിൽ അപ്പൊ അതിനെ ഒരു കലിമത്തായിട്ട് കാണണം.
അങ്ങനെ കാണണം. ഒന്നിലധികം ഇറാബ് ഉണ്ടെങ്കിൽ രണ്ട് കലിമത്തായിട്ട് കാണണം. അതാണ് നെഹവിന്റെ വറലിനോട് യോജിച്ചത്. എന്നാൽ ഇവിടെ ഇപ്പോ അർറജുല് എന്നത് എന്താണ്? ഒറ്റ ഇറാബുള്ളതിന്. അപ്പൊ അത് രണ്ട് കലിമത്താവുകയത്. കലിമത്തിന്റെ താരീഫിൽ നിന്ന് പുറത്തു പോയല്ലോ, ഒരു കലിമത്തല്ലല്ലോ അത്. എന്നാൽ അബ്ദുള്ള ആണെങ്കിലോ രണ്ട് ഇറാബ് ഉണ്ട്, അത് ആണെങ്കിൽ കലിമത്തിന്റെ താരീഫിൽ പെടും ചെയ്തു. ശരിക്കും നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലല്ലേ യോജിക്കുക. വറലിൽ ഇൽമു നഹ്വിന്റെ വറലിനോട് യോജിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് വിഷയം. ഇനി അടുത്തൊരു വിഷയം സ്വാഹിബുൽ മുഫസ്സൽ. ആരാണ് സ്വാഹിബുൽ മുഫസ്സൽ? ഇമാം സമഖ്ശരി. ഇമാം സമഖ്ശരി ഒരു താരീഫ് പറഞ്ഞാണ്. അത് ഇങ്ങനെ പ്രശ്നമില്ലെങ്കിലും വേറെ നിലക്ക് പ്രശ്നമാണ്. ഫൈഖുദ്ദീനാമില് പറയുന്നുണ്ട്. അഥവാ ഇവിടെ മുസന്നിഫിന്റെ താരീഫിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, എന്നാൽ സമഖ്ശരി ഇമാം ഒരു താരീഫ് പറയണേ, അതിലൂടെ വേറെ പ്രശ്നം വരിക. അപ്പൊ രണ്ടിലേക്കൊന്ന് കടന്നു ചെല്ലുകയാണ്. വമാ ഔറദഹു സ്വാഹിബുൽ മുഫസ്സൽ. സ്വാഹിബുൽ മുഫസ്സൽ ഇമാം സമഖ്ശരി കൊണ്ടുവന്ന ഒരു താരീഫ് ഒന്ന്. എവിടെ? ഫി താരീഫിൽ കലിമത്തി. കലിമത്തിന്റെ താരീഫിൽ സ്വാഹിബുൽ മുഫസ്സൽ കൊണ്ടുവന്ന ഒന്ന്. ഏത് നേരത്ത്? ഏതിടത്ത്? ഹൈസു ഖാല, അദ്ദേഹം പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ഹിയൽ ലഫ്ളത്തു ദാലത്തു അലാ മഅനൻ മുഫ്രദിൻ ബിൽ വദ്ഇ എന്ന്. കലിമത്ത് എന്ന് പറഞ്ഞാൽ അൽ ലഫ്ളത്തു ദാലത്തു അലാ മഅനൻ മുഫ്രദിൻ ബിൽ വദ്ഇ, ഒരു മുഫ്രദായ മാനാന്റെ മേൽ അറിയിക്കുന്ന ലഫ്ളത്ത്. താ വഹദത്താണ്. അപ്പൊ ഒരു ലഫ്ള് കിട്ടും, ഒറ്റ ലഫ്ള്. അപ്പൊ ഒറ്റ ലഫ്ള് എന്ന് പറഞ്ഞാൽ മായുത്തലഫ്ളു ദഫ്അത്തൻ വാഹിദ എന്നാണ്. ലഫ്ളത്ത് എന്ന് പറഞ്ഞാൽ മായുത്തലഫ്ളു ദഫ്അത്തൻ വാഹിദ എന്ന് പറഞ്ഞാൽ ആ ഷൈനുള്ള ദഫ്അത്തൻ വാഹിദ ഉച്ചരിക്കൽ ഷൈനായ സാധനങ്ങളാണ് ഉദ്ദേശം. അപ്പൊ അബ്ദുള്ള എന്നുള്ളത് എന്തല്ല? ലഫ്ളത്താവൂല. ഖാമസൈദൊന്നും ലഫ്ളത്താവൂല. മനസ്സിലായല്ലോ? അപ്പോ അൽ ലഫ്ളത്തു ദാലത്തു അലാ മഅന മുഫ്രദിൻ, ഒരു മുഫ്രദായ മാനാന്റെ മേൽ അറിയിക്കുന്ന ലഫ്ളത്ത്. പക്ഷെ ദലാലത്ത് എങ്ങനെയായിരിക്കണം? ദലാലത്ത് പല നിലക്കില്ലേ. മുഫ്രദായ മാനാന്റെ മേൽ ദലാലത്ത് ഇപ്പൊ വദ്ഇ തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അവിടെ ബിൽ വദ്ഇ കൊണ്ട് അറിയിക്കുന്ന, അപ്പൊ വദ്ഇ കൊണ്ട് ഒരു മുഫ്രദായ മാനാന്റെ മേൽ അറിയിക്കുന്ന ലഫ്ളത്ത്, ഇതാണ് കലിമത്ത് എന്ന് ആര് പറഞ്ഞു? സ്വാഹിബുൽ മുഫസ്സൽ പറഞ്ഞു. അപ്പൊ അവിടെ വരുന്ന പ്രശ്നം, അപ്പൊ ഫമിസ്ലു അബ്ദില്ലാഹി അലമൻ, അലമായ സ്ഥിതിയിലുള്ള അബ്ദുള്ള പോലോത്തത് ഖറജാൻഹു, ആ താരീഫിൽ നിന്ന് അതേ ഹദ്ദിനെ തൊട്ട് പുറത്തു പോകും. മനസ്സിലായല്ലോ? ആ ഹദ്ദിൽ നിന്ന് പുറത്തു പോകും. കാരണം ലഫ്ളത്തല്ല അബ്ദുള്ള, ലഫ്ളത്താനിയാണത്. മനസ്സിലായല്ലോ? രണ്ട് തലഫുളുണ്ട്. ആ തലഫുലു ദഫ്അത്തൈനാണ്, മറത്തൈൻ. അപ്പൊ അബ്ദുള്ള പോലോത്തത് എന്തായി? കലിമത്തിന്റെ താരീഫിൽ നിന്ന് പുറത്തുപോയി. മനസ്സിലായല്ലോ? അതേ നേരം അവര് നേരത്തെ ഷാരി ഉദ്ദേശിച്ചതും വേണമെന്ന് പറഞ്ഞത്. എന്തേ കാരണം പുറത്തു പോകാൻ കാരണം? ഫഇന്നഹു ലാ യുഖാലു ലഹു ലഫ്ളത്തുൻ വാഹിദത്തുൻ, അതിനെ സംബന്ധിച്ചിട്ട് എന്തെന്ന് പറയാ? ലഫ്ളത്തുൻ വാഹിദ എന്ന് പറയപ്പെടുകയില്ലല്ലോ. ഇനി വബഖിയ മിസ്ലുർ റജുലി വഖായിമത്തിൻ വബസരിയിൻ മിമ്മാ യുഅദ്ദു ലിശിദ്ദത്തിൽ ഇംതിസാജി ലഫ്ളത്തൻ വാഹിദത്തൻ. അർറജുല് ഖായിമത്ത് ബസരി പോലെയുള്ളത് അവശേഷിക്കും. ആ പോലത്തത് എന്തിനാൽ? മിമ്മാ യുഅദ്ദു ലിശിദ്ദത്തിൽ ഇംതിസാജി ലഫ്ളത്തൻ വാഹിദ, ശിദ്ദത്തുൽ ഇംതിസാജിന്റെ കാരണത്താൽ ലഫ്ളത്തുൻ വാഹിദയായിട്ട് കണക്കാക്കപ്പെടുന്ന അർറജുല് ഖായിമത്ത് ബസരി പോലെയുള്ളതൊക്കെ അവശേഷിക്കും. ദാഖിലൻ ഫീഹി, താരീഫിൽ കടന്നതായിട്ട് അവശേഷിക്കും. അതന്നെയായിരുന്നു ഷാരിന് വേണ്ടതും, കലിമത്തിന്റെ താരീഫിൽ പെടരുന്നു നല്ലതെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ കൊളാക്കി. ഫഅഖ്റജഹു, സ്വാഹിബുൽ മുഫസ്സൽ അതിനെ ഇഖ്റാജ് ചെയ്തു. താരീഫിൽ നിന്ന് ഇവകളെയും ഇഖ്റാജ് ചെയ്തു. ബിഖൈദിൽ ഇഫ്രാദി, മുഫ്രദ് എന്ന കൈത് കൊണ്ട് അവകളെ ഇഖ്റാജ് ചെയ്തു. കാരണം ഇവരുടെ മാനക്ക് എന്താണ്? ശിദ്ദത്തിൽ ഇംതിസാജ് കൊണ്ട് ഒരു ലഫ്ളത്താണെങ്കിലും, ലഫ്ളത്തായിട്ട് എണ്ണപ്പെട്ടിരിക്കണമെങ്കിലും ഒരു ലഫ്ളത്ത്, അതാണ് ലഫ്ളത്തും വാഹിദ. അതിനെ പറ്റി പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ശിദ്ദത്തുൽ ഇംതിസാജ് കൊണ്ട് അങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിലും എണ്ണാൻ പറ്റുമെങ്കിലും, പക്ഷെ മുഫ്രദായ മാനാന്റെ മേൽ അറിയിക്കുക എന്നുള്ളത് കൊണ്ട് അവകൾ പുറത്തു പോകേണ്ടി വരും. അപ്പൊ ഷാരി നേരത്തെ പറഞ്ഞതിന് എതിരായില്ലേ? ഷാരി പറയാ വലൗലം യുഖ്രിജുഹു, സ്വാഹിബുൽ മുഫസ്സൽ അതിനെ ഇഖ്റാജ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അതിനെ ഇഖ്റാജ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, എങ്ങനെ ഇഖ്റാജ് ചെയ്യാതിരിക്കുക?
ബി തർക്കിഹി, ആ ഇഫ്രാദ് എന്ന കൈദിനെ ഒഴിവാക്കൽ കൊണ്ട് അപ്പൊ ഇഖ്റാജ് ചെയ്യില്ലല്ലോ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലകാന അൻസബ, അതായിരുന്നു ഏറ്റവും യോജിപ്പ്. ആരോട്? ഇൽമു നഹ്വിന്റെ ഖറള്, അതുമായിട്ട് ഏറ്റവും യോജിപ്പ് അതായിരുന്നുവല്ലോ എന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? ആ ഇഫ്രാദ് എന്നുള്ളത് കൈത് കളയായിരുന്നുവെങ്കിൽ, ഒഴിവാക്കിയായിരുന്നെങ്കിൽ എന്തെന്നായിരുന്നു? ഇൽമു നഹ്വിന്റെ ആ ഖറളിനോട് യോജിക്കുമായിരുന്നു. എന്തേ കാരണം? ലിമാ അറഫ്ത, എന്താ അൻസബാവ് കാരണം? ലിമാ അറഫ്ത, നീ മനസ്സിലാക്കിയ ഒന്നിന്റെ കാരണത്താൽ. എന്താ മനസ്സിലാക്കിയത്? തന്നെ ഇൽമു നഹ്വിന്റെ ഖറൾ എന്താണ്? ഈ തസ്ഹീഹു, അവിടെ ഇഖ്തുനാമി പറഞ്ഞല്ലോ, വഹു മഅരിഫത്തു അഹ്വാലിൽ ലഫ്ളി വതസ്ഹീഹു ഇഅറാബിഹി, അതെന്നെ കാരണം. ഓക്കെ, സംഗതിക്ക് ശരിയാണ്. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളൊക്കെ വരും. പനിയൊക്കെ മാറി, എന്നാ അപ്പുറത്തു കൂടി വേറെ കുറെ രോഗങ്ങളാണ് വരുന്നത്. എന്താ പ്രശ്നം? കാമു പോലെയുള്ള കാമു തഖൂമു, ഇതൊക്കെ എന്താ? ലഫ്ളത്തു വാഹിദാണല്ലോ. യുതലഫ്ളു മാ യുതലഫ്ളു മറത്തൻ ദഫഅതൻ. ഖാമ എന്നത് ലഫ്ളത്തു വാഹിദേന്, പക്ഷെ ഇഫ്രാദ് എന്ന കൈദില്ല എന്ന് വെക്കുക. അപ്പൊ എന്താകും? അൽ ലഫ്ളത്തു ദാലത്തു അലാ മഅനം ബിൽ വദ്ഇ. കാമു പോലത്തെ തഖൂമു, ഇങ്ങനത്തെ അഖൂമൊക്കെ പോലെയുള്ള ഫിയലുകള്, ഇവകളൊക്കെ ലഫ്ളത്താണ്. അതൊരു മാനാന്റെ മേൽ വദ്ഉ കൊണ്ടൊരു മാനാന്റെ മേൽ അറിയിക്കുന്നുണ്ട് ഉണ്ടല്ലോ. കാമ എന്നുള്ളത് വദ്ഉ കൊണ്ടൊരു മാനാന്റെ മേൽ അറിയിക്കുന്നില്ലേ? അപ്പോ പക്ഷെ മുറക്കബായ മാനാന്റെ മേൽ അറിയിക്കുന്നത്. അപ്പൊ ഇഫ്രാദ് എന്ന കൈത് ഇല്ല എന്നെങ്കിൽ ഈ ലഫ്ളത്തുമായി ഇതൊക്കെ ഇത് പെടൂലേ? അപ്പോ താരീഫ് മാനിയാവില്ല. മനസ്സിലായല്ലോ? അപ്പൊ കുറെ ആൾക്കാര് ഒരു ഭാഗം കഴിച്ചിലായാൽ അടുത്തൊരു ഭാഗം പ്രശ്നം. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയായാലും പ്രശ്നം തന്നെയാണ്. ഷാരി എങ്ങനെ പറഞ്ഞാലും അത് പ്രശ്നമാണ്. ഇവകളെ പറ്റി ലഫ്ളത്തു വാഹിദ് എന്നുള്ളത് റളിന്റെ ഷറിയിൽ നിന്ന് കിട്ടും. പിന്നൊരു കാര്യം, നമ്മളെ താരീഫിൽ ദലാലത്ത് പറഞ്ഞിട്ടില്ല. നമ്മളെ താരീഫില് ദാലുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, മുളിയാന്നല്ല പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമശ്ശേരി ഇമാമ് ദലാലത്ത് അദ്ദാലത്തു എന്ന് പറഞ്ഞേക്കണ്. അതിനെ പറ്റി പറയണ വാലം, നീ അറിയ അന്നൽ ലഫ്ള അല്ല അന്നൽ വല എന്നത് യസ്തൽസിമു ദലാലത്ത, ദലാലത്തിനെ ലാസിമാക്കും. കാരണം എന്നെ ദലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൗനു ശൈഇ ബിഹൈസു യുഫ്ഹമു മിൻഹു ശൈഉൻ ആഖറു, ഒരു വസ്തു ഒരവസ്ഥയിലാവുക. എന്താ അവസ്ഥ? യുഫ്ഹമു മിൻഹു ശൈഉൻ ആഖറു, അതിൽ നിന്ന് മറ്റൊന്ന് മനസ്സിലാക്കപ്പെടുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു വസ്തു ആവുക. ഒരു ലഫ്ലിനെ ഒരു മാനാക്ക് വദ്ഉ ചെയ്യുമ്പോൾ ആ ലഫ്ലിന് അവസ്ഥ ഉണ്ടാവുണ്ടല്ലോ, അതിനെ മനസ്സിലാക്കിയാൽ മറ്റേത് മനസ്സിലാക്കും. ഷർത്തുണ്ട്, വദ്ഉ ആദ്യം മനസ്സിലാക്കണം അല്ലേ? അപ്പോ ദലാലത്ത് എന്ന് വദ്ഉ എന്ന് പറഞ്ഞാൽ ദലാലത്തിനെ ലാസിമാക്കും. അതാണ് ഫമതാ തഹഖഖൽ വദ്ഉ എവിടെയും തഹഖഖുഖ് ആയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും? തഹഖഖത്തി ദലാലത്തും തഹഖഖുഖാകും. മനസ്സിലായല്ലോ? അപ്പൊ ബഅദ ദിക്രിൽ വദ്ഇനെ പറഞ്ഞതിന് ശേഷം ലാ ഹാജത ഇലാ ദിക്രി ദലാലത്തി, ദലാലത്തിനെ പറയേണ്ട ആവശ്യമില്ല. അഥവാ വദ്ഉ എന്ന് ആദ്യം പറഞ്ഞാൽ പിന്നെ ദലാലത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ കിതാബില് വദ്ഉ എന്ന് ആദ്യം പറഞ്ഞത്, ഈ ദലാലത്ത് പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദലാലത്ത് ആവശ്യമില്ല, പറയപ്പെടുകയുമില്ല. ഏതുപോലെ? കമാ വഖഅ ഫീ ഹാദൽ കിതാബി, നമ്മുടെ ഈ കിതാബിൽ സംഭവിച്ചതുപോലെ വദ്ഉ പറഞ്ഞു, ദലാലത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ ലാകിന്ന ദലാലത ലാ തസ്തൽസിമുൽ വദ്അ, എന്നാൽ ദലാലത്ത് എന്നത് വദ്ഉനെ ലാസിമാക്കൂലല്ലോ. കാരണം ദലാലത്ത് വദ്ഉ അല്ലാത്ത നിലക്കുണ്ടല്ലോ. എന്താ കല്ലി ഇംകാനി അൻ തകൂന ബിൽ അഖ്ലി, ദലാലത്ത് അഖ്ൽ കൊണ്ടാവാലോ. ഏതുപോലെയൊക്കെ ദലാലത്ത് ലഫ്ളി ദൈസിനിൽ മസ്മൂഇ മിൻ വറാഇൽ ജിദാരി, ജിദാറിന്റെ അപ്പുറത്തിൽ നിന്ന് കേൾക്കപ്പെട്ട ഒരു ദൈസ് എന്നൊരു മുഹ്മലായ ദൈസ് എന്ന ലഫ്ള് അതറിയിക്കുന്നു. അല്ല വുജൂദിൽ ലാഫിലി, ഒരു ലാഫിലുണ്ട് എന്നറിയിക്കുന്നു. വറാഉൽ ജിദാർ പറയാൻ കാരണം എന്താ? നേരെ വറാഉൽ ജിദാർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുമല്ലോ, കാണുമ്പോൾ പിന്നെ മുഷാഹദ് കൊണ്ട് ദലാലത്തുണ്ട്, ഇവിടെ ഒരാളുണ്ട്, അതുകൊണ്ട് വറാഉൽ ജിദാർ എടുത്തേക്കണേ. മനസ്സിലായല്ലോ? അപ്പൊ വറാഉൽ ജിദാറിൽ നിന്നും കേൾക്കപ്പെടുന്ന ദൈസ് എന്ന ലഫ്ളും അറിയിക്കുന്നു എന്തറിയിക്കുന്നു? ഒരു ലാഫിലുണ്ടെന്ന് അറിയിക്കുന്നു. അപ്പൊ അവിടേക്ക് ദലാലത്തുണ്ട്, പക്ഷെ വദ്ഉ ഇല്ലല്ലോ. കൊണ്ടാവാനും മുംകിനാണ്. അതേതുപോലെ എന്നത് വജൂ സദറിന്റെ മേൽ അറിയിക്കുന്നു, നെഞ്ചുവേദനന്റെ മേൽ അറിയിക്കുന്നത് പോലെ. അപ്പൊ ദലാലത്ത് പറഞ്ഞാൽ എന്ത്? വദ്ഉ എന്നത് വേറെ പറയുന്ന വേണം.
മനസ്സിലായല്ലോ? കാരണം ദലാലത്ത് എന്നത് വലതിനെ ലാസിമാക്കുന്നില്ല. അപ്പൊ ഫബഅദ ദിക്രി ദലാലത്തി, ദലാലത്ത് പറഞ്ഞതിന് ശേഷം ലാ ബുദ്ദ മിൻ ദിക്രിൽ വലഇ, വലതിനെ പറയൽ കൂടാതെ കഴിയുകയില്ല, അതിനെ തൊട്ട് ഗിനയേ അതുകൊണ്ട് അത് പറയും, അതുകൊണ്ട് അത് പറയപ്പെടും. ഇതുപോലെ കമാഫിൽ മുഫസ്സലി, ഈ മുഫസ്സിലുള്ളതൊന്നുപോലെ. മുഫസ്സിലെ ലഫ്ലത്തുൻ വാഹിദത്ത്, ലഫ്ലത്തു ദാലത്തു ദലാലത്താണ് ആദ്യം പറഞ്ഞത്. അപ്പൊ പിന്നെ എന്ത് പറയേണ്ടി വന്നു? ബിൽ വലഇ എന്ന് പറയേണ്ടി വന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് വിഷയം. ഇവിടെ കാര്യമായിട്ട് വായിക്കേണ്ടത് അബ്ദുൽ ഗഫൂർ കുതുന്നാമിയൊക്കെ വായിക്കണം. മനസ്സിലായല്ലോ? അവസാനിപ്പിക്കല്ലേ? സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.